ട്രംപ് എഫക്റ്റ് ഇന്ത്യയിൽ കഴിഞ്ഞ ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. സിഖ് മതഭീകരവാദികൾ അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഇന്ത്യക്കെതിരെ നിരന്തര ശല്യമായിരുന്നു. ഇന്ത്യൻ ഫ്ലൈറ്റുകളിൽ ബോംബ് വെച്ചിട്ടുണ്ട്, അതേപോലെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. പല ഫ്ലൈറ്റുകളും ഡിലേ ആയി, പല ഫ്ലൈറ്റുകളും തിരിച്ച് ലാൻഡ് ചെയ്യേണ്ടി വന്നു. സ്ഥിരമായിട്ട് അവരുടെ നേതാവ് പന്നു അയാൾ അമേരിക്കയിൽ വെച്ച് പ്രസ്താവന കൊടുക്കുകയാണ്, ഇന്ത്യൻ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യരുത്, ഇന്ത്യൻ ഹിന്ദുക്കളോട് തിരിച്ചു പോകാൻ പറയണം. ഇതേപോലെ തന്നെ കാനഡയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇവർ പൂർണ്ണമായിട്ടും നിശബ്ദമായി. അമേരിക്കയിൽ മാത്രമല്ല, കാനഡയിലും. ഇപ്പം എന്താ അതിൻ്റെ അകത്ത് ഉണ്ടായ സംഭവം? ശരിക്കുമുള്ള ട്രംപ് എഫക്റ്റാണ് ഉണ്ടായേക്കുന്നത്. അതാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ എൻ്റെ സിഖുകാരുടെ ലീഡറുമായിട്ട് അമേരിക്കയിൽ വെച്ച് കാലിഫോർണിയ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പ്രശ്നമാകും, ട്രംപ് വരുന്നതും മോദിയുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അറിയാൻ സാധിച്ചത് ട്രംപ് വന്ന ശേഷം ഇതേപോലെയുള്ള പന്നുവും അങ്ങനെയുള്ള പല ആളുകളും പല ഓർഗനൈസേഷനും ഞാൻ ഈ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്കയിലുള്ള ട്രക്ക്, അതായത് ഗുഡ്സിൻ്റെ ലോറികൾ, അതിൻ്റെ ഏകദേശം 20-25% ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഈ പഞ്ചാബ് നേറ്റീവായിട്ടുള്ള സിഖ് കമ്മ്യൂണിറ്റിയാണ്. അത് കാലിഫോർണിയയിലും ഈ ചീമ ആൻഡ് കമ്പനി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഹൈവേ കൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. അപ്പം ഇതിനകത്തൊക്കെ പുറകിൽ ജയ് പഞ്ചാബ് എന്ന് തൊട്ട് താഴെ ഭിദ്രൻ വാല തോക്കുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്ന സംഭവം വിശ്വസിക്കുന്നു. കാനഡയിൽ അവിടുത്തെ ഗുരുദ്വാരയിൽ ആരെയൊക്കെ ഇന്ത്യക്കാരെ കൊല്ലണം അവരുടെ ഫോട്ടോ പതിച്ച് വെച്ചിട്ടുണ്ട് ഗുരുദ്വാരയുടെ മുമ്പിലായിട്ട്. മറ്റുള്ള ഭിക്ക് തീവ്രവാദികൾ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തവർ, അവരെയൊക്കെ വാഴ്ത്തപ്പെട്ടവരായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നിരന്തരമായ ശല്യമായിരുന്നു. ശല്യം മാത്രമൊന്നുമല്ല, അവിടെ ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയൻ പ്രൈം മിനിസ്റ്റർ, അവരുടെ സിഖ് കമ്മ്യൂണിറ്റിയുള്ള ഒരു പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഭരിക്കുന്നത്. അപ്പം അയാളുടെ തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ട് അവർ കൂടുതൽ. അപ്പം അദ്ദേഹം പറയുന്നത്, ജസ്റ്റിൻ ട്രൂഡോയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, സിഖുകാരുടെ മനുഷ്യപരമായ പോരാട്ടമാണ് നടക്കുന്നത്, അത് ഹ്യൂമനിറ്റേറിയൻ ആക്ടിവിസ്റ്റുകളാണ്, അവർ ഭീകരവാദികളല്ല എന്ന രീതിയിൽ പല തീവ്രവാദികളെ, ഇന്ത്യ മുദ്ര കുത്തിയവരെ, ഇന്ത്യ നേരത്തെ തീവ്രവാദികളെന്ന് പറഞ്ഞവരെയും സിഖുകാർ കാനഡ അവർക്ക് അഭയവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിജറിൻ്റെ കൊലപാതകം, മറ്റുള്ള സംഭവങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴറിയാൻ സാധിക്കുന്നതൊന്നുമല്ല. അതായത് ട്രംപിൻ്റെ പാർട്ടിക്കാരും ട്രംപുമായിട്ട് അടുപ്പമുള്ളവർ റിപ്പബ്ലിക്കൻകാരും ഈ സിഖ് പല ഫോറങ്ങളുണ്ട്, പഞ്ചാബ് ഫോറം, സിഖ് പ്രബന്ധക് കമ്മിറ്റി ഫോറങ്ങൾ, അവരുടെ അസോസിയേഷൻ, ഇവരാണ് പൂർണ്ണമായിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാലിഫോർണിയയിൽ ലോസ് ഏഞ്ചലസിൽ താമസ സമയത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി സിഖുകാരുടെ. അപ്പോൾ അവിടെ അതിന് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് നമുക്ക് വിസിബിളായിട്ട് എഴുതി വെച്ചേക്കുവാണ്, ഇന്ത്യക്കാർ വളരെ മോശമാണ്, ഇതാണ് അവിടെ പഞ്ചാബി ജനസൈഡ് നടക്കുന്നു, അതൊക്കെ രീതിയിലാണ് പബ്ലിക്കായിട്ട്. ഞാൻ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് പബ്ലിക്കായിട്ടാണ് അവർ കൂടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഇതിനുള്ള ഇഷ്ടം പോലെ. കാരണം വലിയ ധനവാന്മാർ ഫണ്ടിങ് കൊടുക്കുന്നു വളരെ ഓപ്പണായിട്ട്, കാരണം ഖാലിസ്ഥാന് വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ. പക്ഷെ ഇപ്പോഴറിയാൻ സാധിച്ചത് ട്രംപ് എലക്റ്റഡ്, കാരണം ട്രംപ് വരാൻ പോകുന്ന പ്രസിഡൻ്റാണ് അമേരിക്കയുടെ. അയാളുടെ പാർട്ടിക്കാർ അടുപ്പമുള്ളവരും ഈ സിഖ് കമ്മ്യൂണിറ്റിയുടെ സീനിയർ ലീഡേഴ്സിനോട് വിളിച്ച് പറഞ്ഞു, ഇൻക്ലൂഡിങ് പന്നോ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞു, ഇനിയും ഇവിടെ കിടന്ന് അമേരിക്കൻ മണ്ണിൽ കിടന്ന് ഇന്ത്യക്കെതിരെയോ ഇതേപോലെയുള്ള കലാപ ആഹ്വാനങ്ങളും ഭീകരവാദ പ്രശ്നങ്ങളും നടത്തുകയാണെങ്കിൽ താങ്കളെ, അതായത് പന്നത്തെ പിടിച്ച്, അമേരിക്കൻ സിറ്റിസണാണ്, ഇന്ത്യക്ക് കൈമാറും. അമേരിക്കൻ മണ്ണിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനും ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് ഇമാർ പെട്ടെന്ന് ആട്ടിക്കിട്ടിയ പോലെ പൂർണ്ണമായിട്ടും നിശബ്ദമായത്. അത് റിഫ്ലക്റ്റ് ചെയ്തു കാനഡയിൽ ഇവർ നിശബ്ദമായി. കാരണം ട്രംപിൻ്റെ താക്കീത് അത് ഈ സിഖ് കമ്മ്യൂണിറ്റി ത്രൂ കാനഡയിലുള്ള സിഖ് വലിയ മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, ന്യൂനപക്ഷമാണെങ്കിൽ തന്നെ അവർ വലിയ സ്വാധീനമുള്ള കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അവിടെയും ആ മെസ്സേജ് പോയി. കാരണം അങ്ങനെയുള്ളൊരു, കാരണം കാനഡയിൽ നിന്ന് അവർ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വിസ ഒന്നുമില്ലാതെ അമേരിക്കയിൽ വരാൻ സാധിക്കും.
ഇപ്പം കാനഡയിലുള്ള സിഖുകാർക്ക് അമേരിക്കയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട് 2 രാജ്യവുമായിട്ട്. അപ്പം ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്യുമെന്നും പല പല ആളുകളെയും അമേരിക്ക അവർക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതേപോലെ പല സിഖ് നേതാക്കൾ, അതായത് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നവരെ, കാരണം ഓൾറെഡി അവരുടെ പേരിൽ കേസുകളുണ്ട് ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നും പറഞ്ഞപ്പോൾ ഇമാർക്ക് പേടിയായി. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ, എന്തുകൊണ്ടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കമല ഹാരിസും ഇതേപോലൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇപ്പം ഇന്ത്യക്കെതിരെയുള്ള ക്യാമ്പയിനും ഇന്ത്യയിൽ നടക്കുന്ന പല ഓപ്പറേഷനിലും ഇതൊരു പാർട്ടാവത്തില്ല. കാരണം ആലോചിച്ച് നോക്കി, ആദ്യം പാകിസ്ഥാനിൽ പോകുന്നു, ഇന്ത്യയിൽ പ്രശ്നം നടത്തിയിട്ട് ഇന്ത്യക്കെതിരെ പല ബോംബ് സ്ഫോടനം അതൊക്കെ നടത്തിയ പല ആളുകളാണ്. എന്നിട്ട് അതുവഴി എൻറൂട്ട് ചെയ്തിട്ട് കാനഡയിൽ വരുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കാനഡ സേഫ് ഹെവനായി മാറി അവർക്ക്. അപ്പം അതിനിടയ്ക്കാണ് നിജറിൻ്റെ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വൈഷ്ണവയുടെ പേരൊക്കെ വന്നത്. പക്ഷെ ഇവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് ഈ സിഖ് ടെറർ ഗ്രൂപ്പിനെ, ആ ടെറർ ഗ്രൂപ്പ്, കാരണം ഇവർ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ട, അമൃത്പാൽ സിംഗിൻ്റെ ഇഷ്യൂ, ഇന്ത്യയുടെ നാഷണൽ ഹൈവേ 1 3-4 ദിവസം പൂർണ്ണമായിട്ടും തടഞ്ഞിട്ടു. അവിടെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ട ശ്രമിക്കുന്നു, അതിന് സപ്പോർട്ടീവായിട്ട് പാകിസ്ഥാൻ്റെ സപ്പോർട്ട് വരുന്നു. ഇതൊക്കെ വലിയ ഘടകങ്ങളുണ്ടായി. ഇത് പലതും ഇവിടുത്തെ പത്രങ്ങളൊന്നും ഇൻഡെപ്തായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഉണ്ടായ സംഭവങ്ങൾ വീണ്ടും പഞ്ചാബിൽ ഒരു ഖാലിസ്ഥാൻ്റെ ഫോർമേഷൻ ഉണ്ടാകാൻ പോകുന്നു. അതിനുവേണ്ടി കാനഡയിലും അമേരിക്കയിലും ഉള്ള സിഖ് കമ്മ്യൂണിറ്റി, അതേപോലെ UK സിഖ് കമ്മ്യൂണിറ്റി അതിന് സപ്പോർട്ടീവായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു സീനിയർ ഡിപ്ലോമാറ്റ് UK ഗുരുദ്വാരയിൽ പോയപ്പോൾ അവിടെ പോയി തടഞ്ഞു. അവിടെ പിടിച്ചുകളും ബഹളമൊക്കെ ഉണ്ടായി. ഓപ്പണായിട്ട് ത്രട്ട് കൊടുത്തു. ഇവിടെ ഉറപ്പായിട്ടും ട്രംപ് കയറി ഇടപെടും. കാരണം ഒരു കാരണവശാലും ട്രംപ് എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇലക്റ്റഡ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ ഇന്ത്യക്കെതിരെ ഒരു ക്യാമ്പയിനും സമ്മതിക്കില്ല. പിന്നീട് അറിയാൻ സാധിച്ചത്, അതേപോലെ തന്നെ കാശ്മീർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ചില കക്ഷികളുണ്ട് അമേരിക്കയിൽ ക്യാമ്പയിൻ ചെയ്ത്. അപ്പം ആ സ്റ്റേജിലൊക്കെ പോയിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ചില കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ പ്രസംഗിക്കുന്നത്. അവർക്കും താക്കീത് കൊടുത്തു. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യണം. ഇവിടെ ഈ അമേരിക്കൻ മണ്ണിൽ ആൻറ്റി ഇന്ത്യ പ്രൊപ്പഗണ്ട നടക്കില്ല. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുമാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുക, അവിടെ ഇവർക്ക് സ്റ്റേജ് കൊടുക്കുന്നു, അവിടെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് പ്രസംഗിക്കാൻ പോകുന്നു, ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് ഇന്ത്യയിൽ ജനാധിപത്യമില്ല, ഇന്ത്യയിൽ ജനസൈഡ് നടക്കുന്നുള്ള ഒരു ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഓരോ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയാൻ, അതിനെയും തടയിടുവാൻ വേണ്ടി ട്രംപ് അധികാരത്തിൽ കയറിയില്ല. പക്ഷെ അതും ട്രംപിനെ കൊണ്ട് സാധിച്ചു. ഇനിയും എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി മറ്റുള്ളവരൊക്കെ പോയിട്ട് അമേരിക്കയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ ഗസ്റ്റായിട്ട് പോയിട്ട് ഇന്ത്യക്കെതിരെ പറയുന്നു, ഇന്ത്യക്കെതിരെ നിശിതമായിട്ട് വിമർശിക്കുന്നു. ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ മനുഷ്യഹത്യ, വംശഹത്യ സംഭവങ്ങളാണ്. ഈ പ്രൊപ്പഗണ്ടയൊന്നും ഇനിയും ട്രംപ് ഭരിക്കുന്നിടത്തോളം കാലം അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇത് കാനഡയ്ക്ക് ട്രംപ് കൊടുത്ത മെസ്സേജാണ്. കനേഡിയൻ മണ്ണും ഇതേപോലെയുള്ള ഇന്ത്യൻ പ്രൊപ്പഗണ്ടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി UK തന്നെ അമേരിക്കൻ മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് പോവുകയാണ്. ഇതാണ് ട്രംപ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഇന്ത്യ ഗവൺമെൻറ് പല ഏജൻസികളും വളരെ വ്യക്തമായിട്ട് ഇത് എങ്ങനെയാണ് കാനഡയ്ക്കെതിരെ അമേരിക്കയിൽ നടക്കുന്ന ഈ സംഭവങ്ങൾക്കെതിരെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്. ഇവർക്കെതിരെ പല കേസുകൾ ഇന്ത്യയിൽ പല കോടതികളിലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ട്രയൽ നടത്തുവാനും പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി, കാരണം ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ രീതിയിൽ ഇന്ത്യൻ ഫ്ലൈറ്റുകൾക്ക് ബോംബ് വെക്കുന്നു, ഹിന്ദുക്കളായ ആൾക്കാരെ അവിടുന്ന് ആ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെ നിരന്തരമായി ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. ഏകദേശം 2.5 ലക്ഷം ഇതേപോലൊരു സോഷ്യൽ മീഡിയ ഐഡികൾ ഇവർ ക്രിയേറ്റ് ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞിടയ്ക്കാണ് ഈ ഐഡികളെല്ലാം ടെർമിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ PFI ബന്ധപ്പെട്ട സംഭവങ്ങൾ. അത് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തൊരു നല്ല റൂളർ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ട്രംപിനെ പോലെ റൂളർ ഉണ്ടാവുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷന് അവരുടെ മണ്ണ്
ഒരു കാരണവശാലും അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾക്ക് കൊടുക്കുകയില്ല. അതിൻ്റെ തെളിവ്, ഏറ്റവും വലിയ തെളിവാണ് സിഖ് ഇൻസർജൻസിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പന്നുവും കൂട്ടരും സിഖിൻ്റെ പല ഫോറങ്ങളും അവരുടെ കമ്മിറ്റികളും അസോസിയേഷൻ അതിനെ പിടിച്ച് വരട്ടി. അതിൻ്റെ മെസ്സേജ് കാനഡയിൽ പോയി അവിടെ വീണ്ടും ഭയമായി. അതേപോലെ തന്നെ ഇവരിപ്പോൾ ഒരക്ഷരം പോലും ഇവർ പുറത്തു പോലും വരുന്നില്ല, ഒരു മീഡിയയോട് സംസാരിക്കുന്നില്ല, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഭയന്നുപോയി. ഇതാണ് ട്രംപ് എഫക്റ്റ് എന്ന് പറഞ്ഞത് ഇന്ത്യക്ക് വലിയ ഗുണമായി മാറി.